അവിടുത്തെ അവസാന മൊഴികളിൽ 3 കാര്യമാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. 1, എനിക്ക് മാപ്പുണ്ട്. 2, എനിക്ക് മോക്ഷം സാധ്യമാണ്. 3, എന്നെ അവിടുന്ന് ഒറ്റയ്ക്ക് വിടില്ല. അതിനേറ്റവും നല്ല മീഡിയമായിട്ട് അവിടുന്ന് കണ്ടെത്തിയിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയുള്ള 4 കാര്യങ്ങൾ ഇങ്ങനെ യേശു തന്നോട് തന്നെ പറഞ്ഞതാ. സോളിലോക്കി എന്നൊക്കെ നമ്മൾ പറയും, ആത്മകഥ. അത് 4 അവിടുത്തെ കരച്ചില. ഏൽ ഏൽ ലാമ സബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനാണ് എന്നെ കൈവിട്ടത്? നമുക്ക് ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ചെറുതോ വലുതോ കുറച്ചുകൂടി തീവ്രമായിട്ടോ മിതമായിട്ടോ ഒക്കെ ഈ നിലവിളി നമ്മളിൽ നോക്കി ഉയർന്നിട്ടുണ്ട്. എന്തിനാണ് എന്നെ കൈവിട്ടത്? ശേഷം നല്ലവർ ദൈവം കൈവിടുന്നതായിട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ ഈ നിലവിളിക്ക് കുറച്ചുകൂടി തീവ്രത ഉണ്ടാകുന്നു. എന്തിനായിരുന്നു ആ കരച്ചിലെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ഭക്തർക്ക് ആരുണ്ട്? ദൈവം എന്ന് പറഞ്ഞ ഒരൊറ്റ അച്ചുതണ്ടിലാണ് അവരുടെ ഭ്രമണം. ആ അച്ചുതണ്ടില്ലേ പിന്നെ എന്നാ ചെയ്യും? രമണ മഹർഷി പറയുന്ന കഥ കണക്കാണ്. ശ്രീരാമൻ്റെ വനവാസകാലമാണ്. രാമൻ തൻ്റെ വില്ല് ഒരു പൊത്തിൽ കുത്തിവെച്ചിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നു. തിരികെ വന്നിട്ട് ഈ വില്ലെടുക്കുമ്പോൾ കാണാം, വില്ല് ഇങ്ങനെ കുത്തിവെച്ചിരുന്നത് ഒരു തമിഴയുടെ വായിക്കകത്ത്. രാമന് വലിയ സങ്കടം ഉണ്ടായി. രാമൻ പറഞ്ഞു, തവള, നിനക്കൊന്ന് കരയാൻ പാടില്ലായിരുന്നോ? കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ അപരാധം ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ തവള രാമനോട് പറഞ്ഞു, രാമ, ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരാപത്ത് വരുമ്പോൾ ആദ്യം വിളിക്കേണ്ട നാമം രാമൻ്റേതാ. അതേ രാമൻ ആപത്ത് വെച്ച് നീട്ടുമ്പോൾ ഞാൻ ആരെ വിളിച്ച് കരയാനാ? ഇത് ലോകമെമ്പാടുമുള്ള സാധകരഭിമുഖീകരിക്കുന്ന ഏറ്റവും കഠിനമായ വേദനയാണ്. ദൈവം തന്നെ കൈവിട്ടു എന്നുള്ള തോന്നൽ. നമുക്ക് ആകപ്പാടെ ഒരു കാര്യത്തിനകത്ത് മാത്രമേ ഒരു ഉറപ്പുള്ളൂ. നമ്മുടെ ഗുരുവും അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം ഇതാണ്: ദൈവത്തോട് പരാതി പറയാനായിട്ട് അവകാശമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. കാരണം ഇങ്ങനെ നിലവിളിച്ച് മരിച്ച ഒരാളുടെ മുമ്പിൽ നമ്മൾ എന്ത് പരാതി പറയാനാ? പിന്നെ ഓരോരോ മോശപ്പെട്ട അനുഭവങ്ങളെ ജീവിതത്തിൻ്റെ ചെറിയ മക്കളുടെ ഭാഷയിൽ പറഞ്ഞെന്നാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി മുമ്പോട്ട് പോകാനായിട്ട് ഒരു ഊർജം കിട്ടുന്നിരിക്കും. ദൈവം ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ പേരൊന്നുമല്ല. ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഭൗതികമായ സംരക്ഷണത്തിൻ്റെ പേരാണ് ദൈവം എന്നെങ്കിൽ യേശു ദൈവം സ്നേഹം അനുഭവിച്ചിട്ടില്ലെന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണന് ഞാൻ അർപ്പിക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് യേശുവിന് കടന്നു പോകാൻ പറ്റിയത്? അപ്പോൾ വല്ലാതെ നമ്മളെ കുരുക്കിലാക്കുന്ന, ചിലപ്പോൾ കെണിയിലാക്കുന്ന ഒരു വാക്കാത്. എന്തിനെന്നെ കൈവിട്ടു? എന്തിനെന്നെ കൈവിട്ടു? അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലവിളി ഉണ്ടായതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അപകൃതങ്ങളുണ്ട്. അതിന് കുറച്ച് അധികം സമയമൊക്കെ എടുക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ഒരൊറ്റ സമാശ്വാസത്തിൽ അവസാനിപ്പിക്കാം. ഇത്തരം കൈവിട്ടുപോയ അനുഭവങ്ങൾ യേശുവിനും ഉണ്ടായിരുന്നു. നമ്മുടെ മാതൃക യേശുവാണ്. അത്തരം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ അവിടുത്തെ ഉറ്റപുത്രൻ പോലും സ്പെയർ ചെയ്യപ്പെട്ടിട്ടില്ല. 4 ഏൽ ഏൽ ലാമ സബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിന് നീ എന്നെ കൈവിട്ടു? എന്തിന് നീ എന്നെ കൈവിട്ടു? 5 എനിക്ക് ദാഹിക്കുന്നു.
വേദപുസ്തകത്തിൽ ഈ ദാഹം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എപ്പോഴും ദൈവവുമായിട്ടുള്ള ഐക്യത്തിന് വേണ്ടി ഒരു പ്രാണൻ്റെ കരച്ചിലാണ്. ഇൻറ്റിമസി വിത്ത് ദ ലോർഡ്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് കുറേ സങ്കീർത്തനങ്ങളുണ്ട്. എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ദാഹിക്കുന്നു, മരുഭൂമിയിൽപ്പെട്ട മാൻപേട് ദാഹിക്കുന്ന കണക്കിനൊക്കെ അർത്ഥം വരുന്ന കുറേ സങ്കീർത്തനങ്ങളാണ്. ഒരു കാര്യം ഓർത്തോണം, ഇത് മരുഭൂമിയിൽപ്പെട്ടവൻ്റെ ദാഹമാണ്. നമ്മളിൽ ആരും തന്നെ ദാഹം അറിഞ്ഞിട്ടില്ല. ദാഹിക്കുന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടാവും. ആ തോന്നലുണ്ടായപ്പോൾ തന്നെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ജലരാശിയുള്ളൊരു നാടിനകത്ത് ഒരു ദാഹവുമായിട്ട് ഒരാൾ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. എന്നാൽ ഇത് മരുഭൂമിപ്പെട്ടവൻ്റെ ദാഹമാണ്. മരുഭൂമിപ്പെട്ടവൻ്റെ ദാഹം എന്താണെന്ന് അറിയണമെങ്കിൽ ഹാഗാറിൻ്റെ കഥയൊക്കെ ഒന്നുകൂടി വായിക്കണം. ഇത്തിരി പോകുന്നൊരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു സ്ത്രീ, കയ്യിലൊരു ചെറിയ പാത്രത്തിനകത്ത് ഇത്തിരി വെള്ളമുണ്ട്. അതിങ്ങനെ കുഞ്ഞിൻ്റെ നാവിലിങ്ങനെ തൊട്ട് കൊടുക്കുക. ഇനി അതും അമ്മ കുടിക്കുന്നുമില്ല. ഇനി അതും പറ്റാതെ വരുമ്പോൾ കുഞ്ഞ് മരിക്കുന്നു, എനിക്കത് കാണാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്ന് കരയുന്ന സ്ത്രീ. ഹാഗാറിൻ്റെ ദാഹം കൃത്യമായിട്ട് ഹജ്ജിന് പോകുന്ന നമ്മുടെ ഇസ്ലാം സഹോദരന്മാർ പുനരാവർത്തിക്കാറുണ്ട്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. വെള്ളവസ്ത്രം ഉടുത്ത ഹാജികൾ ഇങ്ങനെ വലിയ പാനിക്കായിട്ട് കൂട്ടോട്ടം നടത്തുന്നതായിട്ട് 2 ചെറിയ കുന്നുകൾക്കിടയിൽ. അത് എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് ഹാഗാർ നടത്തിയ ഓട്ടത്തിൻ്റെ ആവർത്തനമാണ്. ഇതാണ് കുറേ കൂടി ആ പരാശക്തിയോട് എനിക്ക് തോന്നുന്ന അഗാധമായൊരു ദാഹം. ചെറിയ ദാഹത്തിന് C ക്ലാസ് കടയൊക്കെ മതി, ഒരു സോഡാ സർബത്തൊക്കെ മതി. വലിയ ദാഹത്തിന് പുഴ നിങ്ങളെ തേടി വരും. വലിയ ദാഹത്തിന് ഞാൻ വിചാരിക്കുന്നു, ഒരു 10-30 വയസ്സ് കഴിഞ്ഞവരെങ്കിലും ദൈവം എന്ന് പറയുന്ന വാക്കിനെ കുറേ കൂടി ഗൗരവമായിട്ടെടുക്കണം. ടേക്ക് ഗോഡ് സീരിയസ്ലി. ദൈവത്തെ കുറേ കൂടി ഗൗരവമായിട്ടെടുക്കുക. കാരണം ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഗൗരവമായിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ കുമ്പസാരിക്കാൻ പോയി. ഞാനിങ്ങനെ കുമ്പസാരക്കൂട്ടി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവനാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു പരിഹാസവും ഇല്ലാതെ അവിടെ ഇരിക്കുന്ന വൈദികൻ സ്നേഹപൂർവ്വം ചോദിച്ചു, 2-ാം സ്ഥാനം ഉണ്ടാവുമോ? ഇല്ല. 3, 4. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എണ്ണിയിട്ട് എൻ്റെ 6 കാര്യങ്ങളിലൊന്നുപോലുമല്ല ദൈവം. എന്നിട്ടും ഞാൻ ദൈവനാമത്തിൽ ജീവിക്കുന്നു. ദൈവം പൊറുക്കട്ടെ. ടേക്ക് ഹിം സീരിയസ്ലി. പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ഈ മതാചാരങ്ങൾ കൊണ്ട് മാത്രം ഇങ്ങനെ തൃപ്തിപ്പെട്ടു പോവുകയാണ്. വളരെ ഭക്തരായൊരു ഇടവയെക്കുറിച്ച് പറയുന്ന കണക്കാണ്. അത്രയും ഇങ്ങനെ ഭക്തരായ മനുഷ്യരായതുകൊണ്ട് പള്ളിക്ക് കൃഷിയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടേ കൊടുക്കും. തണ്ണിമത്ത അവരുടെ കൃഷി. വയലിൽ തണ്ണിമത്തയുടെ ഒരു പൊടിപ്പുണ്ടാകുമ്പോൾ ആദ്യ ഫലം മാറിപ്പോകാതിരിക്കാനായിട്ട് ഈ കിളുന്ത് മത്തയുടെ പുറത്തായിട്ട് കുരിശ് വരക്കും. ഒരു 3-4 മാസം കൊണ്ട് ഈ തണ്ണിമത്ത വലുതാകും. വലുതാകുന്നതനുസരിച്ചിട്ട് ഈ കുരിശടയാളവും വലുതാകും. പക്ഷെ ഒരു കുഞ്ഞ് പ്രശ്നമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഈ പുറന്തോട് കഠിനമാകും. ഇതാണ് ഒരു ശരാശരി വിശ്വാസിയുടെ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതം, മതജീവിതം. ചെറുപ്പത്തിൽ എപ്പോഴോ കിട്ടിയിട്ടുള്ള മതപരമായ ചില അടയാളങ്ങൾ നമ്മൾ വളർന്നതിനോടൊപ്പം വികാസം പ്രാപിച്ചതല്ലാതെ അത് നമ്മുടെ ഉള്ളിലേക്ക് അധികം ഗിരിഞ്ഞിട്ടില്ല. ഞാൻ ദാഹിക്കുന്നു. നീർച്ചാലുകൾ തേടി നടക്കുന്ന മാൻപേടയെ കണക്ക് ഞാൻ ദാഹിക്കുന്നു. മരുഭൂമിയിൽപ്പെട്ട ഹാഗാറിനെ കണക്ക് ഞാൻ ദാഹിക്കുന്നു. എവിടെ ദൈവമെന്ന് ചോദിച്ച് വിലപിച്ച യേശു ദാഹിച്ചത് കണക്ക് ഞാൻ ദാഹിക്കുന്നു. ഞാൻ ദാഹിക്കുന്നു. ഐ തേഴ്സ്റ്റ് ആണ് 5-ാമത്തത്. ഈ ചെറിയ ദാഹം കൊണ്ട് ആരും
എങ്ങും എത്താൻ പോകുന്നില്ല. തർക്കമില്ലാത്ത വിഷയമാണ്. ഈ ദേശത്ത് ഒരാചാര്യനുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലൊക്കെ തപസ്സിലേക്ക് തിരിഞ്ഞൊരു മനുഷ്യനാണ്. ഒരു ദിവസം ഇങ്ങനെ തപസ്സിലായിരിക്കുമ്പോൾ തൊട്ട് മുമ്പിലൂടെ ഒരു ദേവദാസി നടന്നുപോയി. അയാൾക്ക് അവളോടൊരു ഭ്രമം അനുഭവപ്പെട്ടു. ആ രാത്രിയിൽ അവളെ പോയി കാണാൻ തീരുമാനിച്ചു. പാതിരാവ്, കോരിച്ചൊരിയുന്ന മഴ, യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് വലിയൊരു ആറുണ്ട്. ഇതെങ്ങനെയാണ് കുറുകെ കിടക്കുന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ കണ്ടു ഒരു ചെറിയ തോണി കൊച്ചുവഞ്ചി വലയുന്നുണ്ട്. വലിച്ചടിപ്പിച്ചു. മീതെ കയറി തുഴഞ്ഞ് മറുകരയിലെത്തി. എന്നിട്ട് ഈ തോണിയെ വീണ്ടും വെള്ളത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടുമ്പോൾ ശ്രദ്ധിച്ചു, വിരൽ തോണിക്കകത്തേക്ക് കയറിപ്പോയി. പേടിച്ച് കൈവലിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അത് തോണിയായിരുന്നില്ല, മറിച്ച് മരിച്ചൊരാളുടെ ശരീരമായിരുന്നു. നടുങ്ങി. എന്നിട്ട് യാത്ര ഇങ്ങനെ മുടങ്ങുകയോ മുറിയുകയോ ചെയ്യുന്നില്ല. അവളുടെ കുടിൽ കണ്ടെത്തുന്നു. വള്ളിക്കുടിലാണ്. എന്തോ ഒന്ന് ഞാന്ന് കിടപ്പുണ്ട്. അതിൽ പിടിച്ച് കുടിലേക്ക് പ്രവേശിച്ചു. ഒരു വിളക്കിന് മുമ്പിൽ അവളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവളുടെ ചിരിയിൽ പരിഹാസമുള്ളതായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ പറഞ്ഞു, നിൻ്റെ ചിരിക്കകത്ത് പരിഹാസമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആചാര്യ, ഈ രാത്രിയിൽ എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് കുത്തിയൊഴുകുന്ന ആ പുഴ മുറിച്ച് കടക്കാനായിട്ട് അങ്ങ് കണ്ടെത്തിയത് മരിച്ചവൻ്റെ ശരീരം. അതെ, ഇനിയും താഴോട്ട് നോക്കിക്കേ. ഈ കുടിലോട്ട് പിടിച്ചു കയറാനായിട്ട് അങ്ങ് ഉപയോഗിച്ച വള്ളി. അപ്പോൾ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടു അതൊരു ഉഗ്രവിഷമുള്ള സർപ്പമായിരുന്നു. അവൾ പറഞ്ഞു, എന്നോടുള്ള പ്രേമം കൊണ്ട് ഇതൊന്നും അങ്ങേ അപായപ്പെടുത്തിയില്ല. യാത്ര മുടങ്ങിയില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ അങ്ങേക്ക് എന്നോട് അനുഭവപ്പെട്ട പ്രേമത്തിൻ്റെ 10,000-ൽ1 അങ്ങേക്ക് ചെറിയ കാലം തൊട്ട് നമസ്കരിക്കുന്ന ആ ചൈതന്യത്തിൽ അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ പരമപദം പോവുകയാണ്. ആ മിന്നലിൻ്റെ വെട്ടത്തിലാണ് ഈ ദേശത്തെ വലിയൊരു ആചാര്യൻ രൂപപ്പെട്ടത്. ഒരു സൗഹൃദത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, കൗമാരത്തിൽ ഒരു പ്രണയത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ദാമ്പത്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ കൊടുത്തൊരു ശ്രദ്ധ, ഇതിൻ്റെയൊക്കെ ഒരു 10,000-ൽ1 ശ്രദ്ധ ആ ചൈതന്യത്തോട് പുലർത്തിയിരുന്നെങ്കിൽ എന്നെ ഓരോരുത്തരും കുറേ കൂടി പ്രകാശിച്ചേനെ. ഇവയൊന്നും വേണ്ടെന്ന് വെക്കാനല്ല, ഇവയെ ഒന്നും മാറ്റിവെക്കാനുമല്ല ഈ പറയുന്നത്. ഈ ഇസ്ലാം പാരമ്പര്യത്തിനകത്ത് ഒരു ചെറിയ കുട്ടി അവൻ്റെ ബാപ്പയോട് ചോദിക്കുന്നുണ്ട്, ബാപ്പയുടെ ഹൃദയം ഒത്തിരി വലുതാണ്. എന്താ മോനെ അങ്ങനെ ചോദിക്കാൻ? അതുകൊണ്ടാണല്ലോ അങ്ങയുടെ ഹൃദയത്തിൽ എനിക്കും ദൈവത്തിനും ഒരേപോലിടം. ദൈവം ഈ കുഞ്ഞിലൂടെ വന്ന് തന്നെ ശകാരിച്ചതായിട്ട് അയാൾക്ക് തോന്നി. അളന്ന് വീട് വിട്ടു പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ഈ ചെറിയ കുഞ്ഞ് കൗമാരത്തിലെത്തിയിട്ടുണ്ട്. കൗമാരത്തിലെത്തിയ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു ദൈവത്തിന് വേണ്ടി ഇടമുള്ള ഹൃദയത്തിൽ കുഞ്ഞിനും ഇടമുണ്ടെന്ന് തിരിച്ചറിയാൻ. എന്നാൽ കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ നിങ്ങൾക്ക് എല്ലാം വെക്കാം. ഒരു സുഗന്ധമുള്ള മുറിക്കകത്ത് നിങ്ങൾ എന്ത് വെച്ചാലും സുഗന്ധമുണ്ടാവുന്ന കണക്ക് അതിനൊക്കെ പരിമളമുണ്ടാവും. അതുകൊണ്ട് ഒന്നിനെയും വിട്ടുകളയാനോ ഒന്നിനെയും അവഗണിക്കാനോ അല്ല പറയുന്നത്, മറിച്ച് പുതിയൊരു പ്രകാശത്തിൽ ഇതിനെയൊക്കെ ഒന്ന് വീണ്ടും കാണാനാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു 5-ാം പാഠം. എനിക്ക് ദാഹിക്കുന്നു. 6-മതായിട്ട് എല്ലാം പൂർത്തിയായി. കടന്നുപോകൽ കുറേ കൂടി എളുപ്പമുള്ള അനുഭവമാവണം. ഭാരതത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, അനായാസന മൃത്യു, അങ്ങനെ ആയാസമില്ലാത്ത മരണം തരണമേ. കുറേ അധികം പേരുടെ കടന്നുപോകലിന് പാസ്റ്ററലായ കാരണങ്ങൾ കൊണ്ട് കൂടെ നിൽക്കേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാം, എളുപ്പമല്ല ഈ കടന്നുപോകൽ.
ജീവിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആത്മീയത ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഒരു 3 കാര്യങ്ങളാണ് ആത്മീയതയിൽ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1, അർത്ഥപൂർണമായ യൗവനം. 2, പ്രസാദമുള്ള വാർദ്ധക്യം. 3, ശാന്തമായ മരണം. ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഗുരു നമ്മളെ സഹായിക്കേണ്ടത്. അർത്ഥപൂർണമായ യൗവനം, പ്രസാദമുള്ള വാർദ്ധക്യം, ശാന്തമായ മരണം. നോർത്ത് കഴിഞ്ഞാൽ ലോകത്തൊരിടത്തും നമ്മളെ കണക്ക് മനുഷ്യരുണ്ടാവില്ല. ഓരോ ദിവസവും കുറഞ്ഞ 50 പ്രാവശ്യം നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോൾ എന്ന് ഒരു സംശയം വരുന്നുണ്ടോ? കൊന്തയിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ മരണനേരത്തും ഉണ്ടായിരിക്കണമേ. 50 പ്രാവശ്യം സ്വന്തം മരണനേരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നമ്മളല്ലാതെ വേറെ ഒരിടത്തും ലോകത്തുണ്ടാവില്ല. അപ്പോൾ ജീവിതം മാത്രമല്ല, കടന്നുപോകലും ഭംഗിയുള്ളതാവണം. എങ്ങനെയാണ് ഈ കടന്നുപോകലിൽ ഭംഗിയുള്ളതാവുക? ഇങ്ങനെ തൃപ്തിയിലായിരിക്കുമ്പോഴാണ് എല്ലാം പൂർത്തിയായി. പലപ്പോഴും എന്ത് പൂർത്തിയാക്കണമെന്നതിനെക്കുറിച്ച് പോലും നമുക്ക് കാര്യമായ വ്യക്തതയില്ല. ഒരു കെട്ടിടം പൂർത്തിയായെന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ജീവിതം പൂർത്തിയായെന്ന് അനുഭവപ്പെടണമെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതല്ലേ? എൻ്റെ ജീവിതം കൊണ്ട് ദൈവം എന്താ ആഗ്രഹിച്ചിട്ടുള്ളത്? അത് കണ്ടെത്തി അതിനോടിണങ്ങി ജീവിച്ച മനുഷ്യർക്ക് മാത്രമേ പൂർത്തിയായെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ പറ്റൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് ഈ വേദപുസ്തകത്തിലെ പൂർത്തീകരണം? സ്നേഹപൂർവ്വമാകുന്നതിന് വിളിക്കുന്ന വാക്കാണ് എന്ത്? പൂർത്തീകരണം. എന്ത് സ്നേഹപൂർവ്വമാവട്ടെ. യേശു ശാബത്തിനെ ലംഘിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ശാബത്തിനെ ലംഘിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? ഞാൻ ശാബത്ത് ലംഘിക്കുകയല്ല, ശാബത്തിനെ പൂർത്തീകരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഞാനതിനെ സ്നേഹത്തിലേക്ക് ഇങ്ങനെ ഉയർത്തുക, കരയറ്റുക. എന്ത് സ്നേഹത്തിലോട്ടിങ്ങനെ ഉയർത്തുന്നതിന് വിളിക്കുന്ന വാക്കാ പൂർത്തീകരണം. എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണനാകാനൊക്കെ യേശു പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സ്നേഹപൂർണ്ണമേ. അങ്ങനെയെങ്കിൽ നമ്മുടെ 6ാമത്തെ വിചാരം ഇതാണ്: തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവ്വമായിരുന്നോ? തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവ്വമായിരുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്നേഹിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. സ്നേഹം നമ്മൾ കരുതിയത് പലതും അത്ര സ്നേഹാനുഭവങ്ങളല്ലെന്ന് നമുക്കിങ്ങനെ മരണമൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവ്വമായിരുന്നു. എന്താണ് ജീവിതത്തിൻ്റെ ചുരുക്കം? വെറുതെ സ്നേഹം മാത്രമാണ്. ഓർത്തുകൊള്ളണം, നമുക്കൊരൊറ്റ കൽപ്പനയെ നൽകിയിട്ടുള്ളൂ: സ്നേഹം. ഒത്തിരി കൽപ്പനകൾ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൽപ്പനയൊക്കെ അവഗണിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഭാഗ്യവശാൽ, ചിലപ്പോൾ പാലിച്ചില്ലെങ്കിൽ നിർഭാഗ്യവശാൽ നമുക്കൊരൊറ്റ കൽപ്പനയെ നൽകിയിട്ടുള്ളൂ: സ്നേഹം. അങ്ങനെയെങ്കിൽ ഒറ്റ പാപമേ ഉള്ളൂ: സ്നേഹലംഘനം, വയലേഷൻ ഓഫ് ലവ്. വേറെ പാപമൊന്നുമില്ല നസ്രാണിക്ക്. വയലേഷൻ ഓഫ് ലവ് അല്ലാതെ വാക്കുകൊണ്ടും അവഗണന കൊണ്ടും ഒക്കെ നമ്മൾ പരിക്കേൽപ്പിച്ചവരാ. അതാണ് പാപം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റ അനുതാപമേ ഉള്ളൂ: എക്സസ് ലവ്, കൂടുതലായ സ്നേഹം. നമുക്ക് റീടേക്കൊന്നും സാധ്യമല്ല ജീവിതത്തിൻ്റേത്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: എവിടെയൊക്കെ വെച്ചാണ് നമ്മൾ ചിലരെ പരിക്കേൽപ്പിച്ചത് അവർക്ക് കുറേ കൂടി സ്നേഹം കൊടുക്കുക. ആർക്കും ഭൂതകാലം തിരുത്താൻ പറ്റാത്തത് കൊണ്ട് വർത്തമാനകാലം കുറേ കൂടി സ്നേഹപൂർവ്വമാക്കുക. ക്രിസ്ത്യൻ അനുതാപം അതുതന്നെയാണ്: കൂടുതലായ സ്നേഹം. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കുഞ്ഞു കളിയുണ്ട്. അപ്പം ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരിൽ 4 പേരെയും അങ്ങനെ അടിച്ചിട്ടില്ല. 5ാമത്തെ ആൾക്ക് ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ട്, അടിച്ചിട്ടുണ്ട്. ഇവനടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവനിങ്ങനെ ബഹളമൊക്കെ വെച്ച് വലുവായി നിലവിളിച്ചിട്ട് എവിടെയെങ്കിലും പോയി ചുരുണ്ടുകൂടി കിടക്കും. ഇനിയാണ് നാടകം ആരംഭിക്കാൻ പോകുന്നത്. ഇവനെ അടിക്കാനായിട്ട് ഉപയോഗിച്ച കുഞ്ഞൊരു ഈർക്കിലി, ആ ഈർക്കിലുമായിട്ട് അവനിങ്ങനെ തൊടിയിലോട്ട് പോകും. എന്നിട്ട് ആ ഈർക്കിലുകൊണ്ട് ഇങ്ങനെ സ്വയം അടിച്ചു നോക്കും.
അപ്പം എന്ത് ദേഷ്യത്തിൽ അടിച്ചെന്നറിയാൻ പാലാത്തതുകൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ വക്രിച്ചും കോഷ്ടി പിടിച്ചൊക്കെ ഇങ്ങനെ അടിച്ചാന്ന് നോക്കണം. അപ്പോൾ ആ സ്പീഡ് അറിയാൻ പാലാത്തതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അനുതാപം തന്നെയാണ്. പക്ഷെ ക്രിസ്ത്യനല്ല. എന്താ ക്രിസ്ത്യൻ അനുതാപം എന്ന് പറയുന്നത്? ഇവനിങ്ങനെ കരഞ്ഞു കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ തിണർത്ത പാടുകളിൽ ചെന്നിട്ട്, നീലിച്ച പാടുകളിൽ ചെന്നിട്ട് ഇങ്ങനെ ഉമ്മം കൊടുക്കുന്നതാണെന്ത് ക്രിസ്ത്യൻ അനുതാപം. എക്സസ് ലവ്. കൂടുതലായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ കൂടുതലായ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. അവിശ്വസ്തത കാണിച്ച ഒരു പുരുഷന് ഇനി എന്താണുള്ള അനുതാപം? അവളോട് കുറേ കൂടി സ്നേഹം പുലർത്തുക, അഗാധമായിട്ട് അവളെ സ്നേഹിക്കുക, അവളിൽ ഏകാഗ്രമാവുക. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കാത്ത ഒരാൾ എന്നാ ചെയ്യും? ചിലപ്പോൾ ഇനി ഒരു മരിച്ചുപോയ എന്നാ ചെയ്യും? അങ്ങനെയൊക്കെ സംഭവിക്കാതെ ചിലപ്പോൾ നമ്മളിന്ന് പരിക്ക് പറ്റിയ മനുഷ്യരിപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പം എന്നാ ചെയ്യും? അത്തരമൊരു സംഭവത്തിലേക്ക് എനിക്കൊരു സൂചനയായിട്ട് മാറുന്ന ഇങ്ങനൊരു അനുഭവമാണ്. അയാളുടെ അമ്മയെ കാര്യമായിട്ട് നോക്കിയിട്ടില്ല, അമ്മ മരിച്ചുപോയി. ഇപ്പോൾ റിട്ടയറൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അയാൾക്ക് അതിനെക്കുറിച്ച് വലിയ പ്രായശ്ചിത്വം അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗം ഇതാണ്. തൻ്റെ അമ്മയോട് ഏകദേശം വരുന്ന പ്രായത്തിലുള്ള ഒരു 5 വയോധികരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 പേര് ഹൈന്ദവ വിശ്വാസത്തിലാണ്, 2 പേര് പള്ളിയിൽ പോകുന്നതാണ്. ആ ആദ്യം പറഞ്ഞ അമ്മമാരെയുമായിട്ട് അയാൾ ക്ഷേത്രത്തിൽ പോകുന്നു, ഒടുവിൽ പറഞ്ഞ അമ്മമാരുമായിട്ട് പള്ളിയിൽ പോകുന്നു. തൻ്റെ പെൻഷൻ കാശ് കൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ ഉറപ്പാക്കുന്നു. ഇതാണ് ക്രിസ്ത്യൻ അനുതാപം. ചിലപ്പോൾ നമ്മളിൽ നിന്ന് പരിക്കേറ്റവർക്ക് ആ സ്നേഹം കൊടുക്കാനായിട്ട് ജീവിതം നമുക്കൊരവസരം തന്നില്ലെങ്കിൽ അതേപോലെ പരിക്കേറ്റവരിലേക്ക് കൂടുതലായ സ്നേഹം കൊടുക്കുക. എക്സസ് ലവ്. കാര്യം ഇങ്ങനെ ചുരുക്കാം, ഒറ്റ പാപമേ ഉള്ളൂ, അത് സ്നേഹലംഘനമാണ്. കാരണം നമുക്ക് ഒറ്റ പുണ്യമേ ഉള്ളൂ, സ്നേഹം. അങ്ങനെയെങ്കിൽ ഒറ്റ അനുതാപമേ ഉള്ളൂ, എന്ത്? കൂടുതലായ സ്നേഹം, കൂടുതലായ സ്നേഹം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത്. നിങ്ങൾ ആ ഭാഗം തപ്പിയെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കൗതുകരമായ ഒരു വരി കിടപ്പുണ്ട്. യേശു ഇത് പറയുന്നത് തിരുവത്താഴ മേശയില്ല, ഒരേ ഒരു കൽപ്പനയുള്ളൂ. അത് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു കാര്യമുണ്ട്. ഒരാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതാരാണ്? ജൂഡസ്. ജൂഡസ് കേൾക്കാതെ പോയ കൽപ്പനയായത്. ജൂഡസ് കൂടി ഇത് കേട്ടിരുന്നെങ്കിൽ യേശുവിൻ്റെ ഗതിക്കൊന്നും കാര്യമായ മാറ്റമുണ്ടാവില്ല. പക്ഷേ ജൂഡസിൻ്റെ ഗതിക്ക് മാറ്റമുണ്ടായേനെ. പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന ആ പ്രധാനപ്പെട്ട കൽപ്പന അത് തന്നെയാണ്, സ്നേഹം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സഹായിക്കുക, ഞായറാഴ്ച പള്ളിയിൽ വരിക. പക്ഷെ ഈ പ്രധാനപ്പെട്ട കാര്യം കേൾക്കണില്ല. ഒറ്റ കൽപ്പനയുള്ളൂ. അവസാനമായിട്ട് അച്ഛാ, ഇവൻ്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളുക. അച്ഛാ, ആ വാക്കിൻ്റെ സൗന്ദര്യത്തെ നമുക്കൊന്ന് ഓർമ്മിക്കാം. അച്ഛാ, യേശു ദൈവത്തിന് വേണ്ടി കണ്ടെത്തിയ വാക്കാണത്, അച്ഛൻ. വേദപുസ്തകം എന്ത് തടിച്ച പുസ്തകമാണ്. എന്നിട്ട് ആ വേദപുസ്തകത്തിനകത്ത് ഇത്രയും പ്രവാചകന്മാരുണ്ടായിട്ട് ഒരാൾക്ക് പോലും ദൈവത്തെ അച്ഛന്ന് വിളിക്കാനുള്ള അടുപ്പമോ പ്രകാശമോ ഉണ്ടായിരുന്നിട്ടില്ല. അത് കൃത്യമായിട്ട് ആദ്യ തൊട്ടേ പാർശ്വത്തിലിരുന്ന ആൾ പറഞ്ഞു കൊടുക്കണം, ദൈവം അച്ഛനാ. ഞാൻ കാര്യങ്ങൾ ഒത്തിരി നീട്ടുകയും പരത്തുകയും ചെയ്യുന്നില്ല. ആകപ്പാട് എൻ്റെ അഭിവന്ദരായ കേൾവിക്കാരോട് ഒരൊറ്റ കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്, വെറുതെ സ്വന്തം അച്ഛനെ ഓർക്കുക. ഈ സമയത്ത് ജീവിച്ചിരിക്കുകയോ മരിച്ചു പോകുകയോ നിങ്ങളുടെ അച്ഛൻ, അതിനെ പലതുകൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ കിട്ടും. അച്ഛ, ഇതൊരു വാക്കാത്. നമുക്കൊരു കുഞ്ഞു പ്രശ്നം പറ്റി. നമ്മളിങ്ങനെ വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ യേശു ഉപയോഗിച്ച അബ്ബ എന്ന് പറഞ്ഞ വാക്കിന് പകരം നമ്മൾ കണ്ടുപിടിച്ച വാക്കെന്തായിരുന്നു? പിതാവ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? പിതാവ്. പിതാവേ, ഫീസ് കൊടുക്കാൻ സമയമായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിഷപ്പ് ഹൗസിൽ നിൽക്കുന്ന കണക്ക് തോന്നും ആ പിതാവെന്നൊക്കെ വിളിക്കുമ്പോൾ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല. എന്നിട്ട് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത ആ വാക്കാണ് ലോകത്തെ ഏറ്റവും അടുപ്പമുള്ളൊരു വാക്കിന് പകരമായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കണ്ടെത്തിയത്, അതിൻ്റെ പരാവർത്തനത്തിൽ കണ്ടെത്തിയത്. അത് വലിയ അബദ്ധമായിപ്പോയി.
ഭാരതീയമായ പദങ്ങളോടുള്ള നമ്മുടെ ഒരു നിർമ്മേഷതയായിരിക്കണം ഇതിന് കാരണം. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാണോ പിതാവെന്ന് വിളിക്കുന്നത് അതൊക്കെ ഒന്ന് ഒരു പെൻസിൽ കൊണ്ട് വെട്ടുക. എന്നിട്ട് സൈഡിലായിട്ട് അച്ഛന്നോ അപ്പാന്നോ അച്ചായാന്നോ നിങ്ങൾ എന്താ വിളിക്കുന്നത് അതെഴുതുക. അങ്ങനെ 10 പിതാവിനെ വെട്ടി അച്ഛനോ അപ്പായൊക്കെ ആക്കുമ്പോൾ ബൈബിളും പഴയതല്ല, നിങ്ങളും പഴയതല്ല. അച്ഛ 12 വയസ്സുള്ള കുട്ടി, അതാണ് യേശുവിൻ്റെ ആദ്യം രേഖപ്പെടുത്തിയ വാക്ക്, ഉച്ചരിക്കുന്ന വാക്കാണത്, എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ ഞാൻ. എന്താ 12 വയസ്സെന്ന് പറയുന്നത്? പ്യൂബർട്ടി ഏജാ. മനുഷ്യർ മുതിരുന്ന കാലമോ, പെൺകുട്ടി വലുതാവുകയും ആൺകുട്ടി പുരുഷനാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സൂചനകൾ കാണിക്കുന്ന കാലത്തിൻ്റെ പേരാണ് ഈ പ്യൂബർട്ടി ഏജ്. ശരീരം പാകപ്പെട്ട ആ കാലത്ത് തന്നെ യേശുവിൻ്റെ ആത്മാവും പാകപ്പെട്ടു. അച്ഛ ദൈവം അച്ഛനാണെന്ന് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന ആകുലതകളേ ഉള്ളൂ ജീവിതത്തിൽ. വീണ്ടും ഒരിക്കലും ദൈവത്തെ ദൈവം എന്ന് വിളിച്ചിട്ടില്ല. ഒരിക്കൽ വിളിച്ചു. എപ്പോഴാണ്? കുരിശെ കടന്ന് ഏലോയ് ഏലോയ്. അപ്പം എന്താ ദൈവം എന്ന് വിളിച്ചത്? അപ്പം അടുപ്പം ഇല്ലാതെ പോയി. പറഞ്ഞു വരുന്നത് എന്താണ്? ദൈവവുമായിട്ട് എന്തെങ്കിലും അടുപ്പം നിലനിർത്തുന്നവർ ഒഴിവാക്കേണ്ട വാക്കാണ് ദൈവം. ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവവുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടെന്ന് വിചാരിക്കുന്നവർ ഒഴിവാക്കേണ്ട വാക്കാണ് എന്താ? ദൈവം. അച്ഛ. പലരും ആ വാക്കിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്കമാലിയിൽ എനിക്കൊരു സ്നേഹിതനുണ്ട്, ഷാൻഡോ അടുത്ത കാലത്തായിട്ടൊരു പെട്ടിയോട്ടമാണ്, കുറച്ചുകൂടി ഭേദപ്പെട്ടൊരു അതേ മോഡലിൽ തന്നെയൊരു ഓട്ടോ വാങ്ങുമ്പോഴാണ് മിക്കവാറും ഇവിടെയൊക്കെ വരുമ്പോൾ ഷാൻഡോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾക്ക് കൂട്ടുകൊണ്ടുപോകും. ഷാൻഡോ ആണ് പലയിടങ്ങളും കൊണ്ടുപോയി ഇങ്ങനെ നമ്മളെ എത്തിക്കുക. വളരെ അടുപ്പമുള്ള പ്രകാശമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പുതിയ വണ്ടി ഇങ്ങനെ മാറിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഷാൻഡോ പുതിയ വണ്ടിയാണല്ലോ. ഷാൻഡോ പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അപ്പനോട് പറഞ്ഞ്, ആ പഴയ വണ്ടിയൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി, ഞാൻ പുതിയതൊന്നും മാറ്റട്ടെ. അപ്പൻ ചോദിച്ചു, ഷാൻഡോ CC വല്ലതും നടക്കുവാടോ? നമ്മൾ നോക്കട്ടപ്പാ. ഇത് പറയണതൊന്നും വീട്ടിലിരിക്കണ അപ്പനെക്കുറിച്ചല്ല, മുകളിലിരിക്കണ അപ്പനെക്കുറിച്ചാണ്. CC വല്ലതും നടക്കുവാ ഷാൻഡോ? നോക്കട്ടെ. ഈ അടുപ്പോ? അത് സാധ്യമാണ്. അച്ഛ ചിലർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വന്തം അച്ഛനിൽ നിന്ന് ചിലപ്പോൾ ഭംഗിയില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിങ്ങനെ ഏതൊരു നിയമത്തിനൊരു എക്സെപ്ഷൻ ഉണ്ട്, അതായിട്ട് കരുതിയാൽ മതി. അച്ഛൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭംഗിയുള്ള ആഴമുള്ളൊരു വാക്കാണ് അച്ഛ. ഭാഗ്യവശാൽ ഞാൻ കേട്ടുള്ളതൊക്കെ നല്ല അച്ഛന്മാരുടെ കഥയാണ്. അടുത്ത കാലത്തായിട്ട് ഞാൻ കേട്ട നല്ലൊരു അച്ഛൻ്റെ കഥ പറഞ്ഞിട്ട് ഈ വിചാരത്തെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. തൃശ്ശൂരിൽ തന്നെ എനിക്കൊരു സ്നേഹിതനായിട്ട് വളരെ എമ്പതി ഉള്ളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ അജയൻ. അപ്പോൾ അജയൻ ആ സമയത്ത് ഇങ്ങനെ മരണാസന്നമായ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു വാർഡിൻ്റെയൊക്കെ ഉത്തരവാദിത്വമാണ് ടെർമിനലിൽ. അവിടെ ഇങ്ങനെ തൻ്റെ ഒരു ചെറുപ്പം മോനുമായിട്ട് ഒരച്ഛൻ വരുന്നു. രഞ്ജിത്ത് എന്നാണ് കുഞ്ഞിൻ്റെ പേര്. 12 വയസ്സുണ്ട്. അച്ഛൻ്റെ പേര് രാമൻകുട്ടി. പാലക്കാട്ടുകാരനാണ്. കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. എത്ര കൊടിയ ഉറക്കവിളിയെ കൊടുത്തിട്ട് ഈ കുഞ്ഞ് ഉറങ്ങണില്ല. ഇപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് അച്ഛനിത് കാണുന്നുണ്ട്. ഐസൊലേറ്റഡായ വാർഡാണ്. അച്ഛൻ പുറത്തുനിന്ന് കാണുന്ന അച്ഛൻ ഡോക്ടറെ വിളിച്ചു. ഇത് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്താലും എൻ്റെ കുട്ടി ഉറങ്ങത്തില്ല. എന്താ കാര്യം? അവന് വയ്യാതായ നാൾ തൊട്ട് അവനെ എൻ്റെ ചങ്കിലിട്ട് ഉറക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പൊന്നു ഡോക്ടർ ഒന്ന് അനുവദിക്കുമെങ്കിൽ ഞാൻ അവനെ എൻ്റെ നെഞ്ചിലിട്ട് 2 തട്ട് കെട്ടി ഇപ്പോൾ ഉറക്കി കാണിച്ചു തരാം. അപ്പോൾ അജയൻ പറഞ്ഞു, രാമൻകുട്ടി അത് ശരിയാവില്ല. അത് നിങ്ങൾക്കും നല്ലതല്ല, കുഞ്ഞിനും നല്ലതല്ല, വേറെയും ഇങ്ങനെ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് നല്ലതല്ല. കാര്യം പറഞ്ഞെന്നാൽ പെട്ടെന്ന് മനസ്സിലായി രാമൻകുട്ടി. കാരണം കുറച്ച് നാളുകളായി ഇങ്ങനെ ആശുപത്രിയിൽ തന്നെ അയാൾ. രാമൻകുട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ്റെ വേറൊരു കാര്യം പറയാവോ? എന്താണാവോ? അവൻ കിടക്കണ കട്ടിലില്ലേ? ഉണ്ട്. അതിനോട് ചേർന്നൊരു ഭിത്തിയില്ലേ? ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ
ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ടോ? ശരി, പറഞ്ഞേക്കാം. വെളുപ്പിനെ 3 മണിക്ക് ഇങ്ങനെ അജയൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടു, രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ തൻ്റെ നെഞ്ചും കൂടെ ഭിത്തിയോട് ചേർത്ത് പിടിച്ച് അപ്പോഴും നിൽപ്പുണ്ടിങ്ങനെ. അജയൻ പറഞ്ഞു, അജയൻ ഫോൺ വെക്കുക. വെച്ചു. ഇതിനപ്പുറമൊക്കെ എങ്ങനെ കേൾക്കുക? ഇതാണ് അച്ഛൻ, ഇതാണ് അച്ഛൻ. ലോകത്തുള്ള ഒരച്ഛനും ഒരു മക്കളുടെയും ഗതിയെ മാറ്റാൻ പറ്റിയിട്ടില്ല. പെൺകുട്ടിയെ ഏറ്റവും നല്ലിടത്ത് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആൺകുട്ടികൾക്ക് നല്ല പണി കണ്ട് പിടിച്ചു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ലോകത്തുള്ള ഓരോ അച്ഛനും ചെയ്യുന്നൊരു കാര്യമുണ്ട്, മകൻ്റെയോ മകളുടെയോ വിധിയോട് ചേർന്നിങ്ങനെ നിൽക്കുക. അങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇന്നോളം ഒരു മകനോ മകളോ തൻ്റെ അച്ഛനെ കണ്ടിട്ടുമില്ല. ഒരു മകനും മകളും കണ്ടില്ല. എനിക്ക് തോന്നുന്നു യേശു പോലും ആ സമയത്ത് എന്തിനെന്നെ കൈവിട്ടത്. രാമൻകുട്ടിയുടെ ഈ അനുഭവം കേട്ടതിന് ശേഷമാണ് എന്തിനെന്നെ കൈവിട്ടെന്ന് യേശു കരഞ്ഞപ്പോൾ യേശുവിൻ്റെ അപ്പൻ എവിടെയാണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയത്. കുരിശിന് പുറകിൽ ഇങ്ങനെ കൈവിരിച്ചു പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് കണ്ടില്ല. മകൻ്റെ കരച്ചിൽ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എന്തിനെന്നെ കൈവിട്ടു? അപ്പൻ്റെ കരച്ചിൽ. എൻ്റെ മകനെ, എൻ്റെ മകനെ, എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത്? എൻ്റെ മകനെ, എൻ്റെ മകനെ, എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത്? തൻ്റെ ഏകജാതനെ നൽകുമാറ ദൈവം ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു. നിങ്ങളെക്കാൾ അല്ലെങ്കിൽ യേശുവിനേക്കാൾ വിലയുണ്ട് നിങ്ങൾക്ക്. തൻ്റെ ഏകജാതനെ നൽകുമാറ് ദൈവം ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു. ത്രാസിൻ്റെ ഒരു തട്ടിൽ ഞാനും മറ്റേ തട്ടിൽ യേശുവിനെയും കൂടി തൂക്കി നോക്കിയപ്പോൾ എൻ്റെ തട്ട് താണ് കിടന്നു. തൻ്റെ ഏകജാതനെ നൽകുമാറ് ദൈവം ഭൂമി അത്രമാത്രം സ്നേഹിച്ചു. പഴയ കഥയാണ്, 12,000 വർഷം പഴക്കമുള്ള കഥയാണ്. പക്ഷെ ആ കഥ ഓരോരുത്തരുടെയും സ്വന്തം കഥയായി മാറുമ്പോൾ ജീവിതം പഴയതല്ല. കൂട്ടത്തിരുന്ന് കേൾക്കേണ്ടതല്ല, ഒറ്റക്കിരുന്ന് കേൾക്കേണ്ട കഥയാണ്. അതിനുശേഷം ജീവിതം പഴയതല്ല. അപ്പം അതാണ് 7ാമത്തെ മൊഴി. അച്ഛ, ഇവൻ്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളുക, ഇവൻ്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളുക. ആമേൻ. അപ്പോൾ 7 മൊഴികളാണ്. 1, ലോകം മാപ്പർഹിക്കുന്നുണ്ട്. 2, ആരും വൈകിട്ടില്ല, നിനക്ക് മോക്ഷമുണ്ട്. 3, നിന്നെ ഒറ്റക്ക് വിട്ടുകളയില്ല. 4, നിലവിളി. 5, ദാഹം. 6, സ്നേഹപൂർണിമ. 7, അച്ഛ. ആദ്യം ഉച്ചരിച്ച വാക്കും അത് തന്നെയാണ്, അവസാനം ഉച്ചരിച്ച വാക്കും അത് തന്നെയാണ്, അച്ഛ. നമുക്ക് ആ വാക്കിൽ ഒന്ന് ഹൃദയത്തെ ഏകാഗ്രമാക്കി ആരാധനയിലേക്ക് പ്രവേശിക്കാം. 7 സ്വരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സംഗീതത്തിലൊക്കെ അത് പറയുന്നുണ്ട്. 7 വർണ്ണങ്ങളും മഴവില്ലിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 7 തിരികളുമുണ്ട്. ശേഷം യേശുവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രതീകമായിട്ട് 7 തിരിയിട്ട വിളക്കൊക്കെ പറയുന്നു. കുരിശാണ് ആ വിളക്ക്. അതിൽ 7 തിരികൾ, അവിടുത്തെ 7 മൊഴികളാണ്. കുരിശിൽ നിന്ന് ഒരു വിഷാദഭരിതമായ ഗാനം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 7 സ്വരമുണ്ട്. കുരിശിന് പിന്നിൽ ഒരു മഴവില്ലുണ്ടെങ്കിൽ ഈ 7 മൊഴികളാണ് ആ 7 വർണ്ണങ്ങൾ. അങ്ങനെയാണ് ഒരു കഴുമരത്തിന് ഇത്ര ഭംഗി കിട്ടിയത്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളെ രക്ഷിച്ച തമ്പുരാനെ. ഇത്തിരി നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി
ഒന്നിവയെ ഓർമ്മിച്ചെടുത്താൽ നല്ലതാണ്. നമ്മുടെ ഒരു മെമ്മറി ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതാണ്. ഈ 7 കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കുക. കണ്ണുപൂട്ടി ശുദ്ധീകരിക്കുന്ന ആ 7 മൊഴികളെ ഓർമ്മിക്കാം. യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുന്ന വാക്കുകളാൽ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്ന വാക്കുകളാൽ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഒത്തിരി നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി കുരിശിലെ മൊഴികൾ. ഇന്നൊരു കുമ്പസാരത്തിൻ്റെ സന്ധ്യ കൂടിയാണ്. ബുദ്ധിമുട്ടില്ലാത്തവർക്ക് പരമാവധി ഈ രാത്രി തന്നെ പാപസങ്കീർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ രാത്രി ഉണ്ടാക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. ഒറ്റക്കൊക്കെ ഇരുന്ന് രാത്രിയുടെ ഒരു നിശബ്ദതയിൽ യേശുവിൻ്റെ മൊഴികളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ രാത്രി, അതുകൊണ്ട് പരമാവധി പേർക്ക് ഈ രാത്രി തന്നെ കുമ്പസാരിച്ചിട്ട് മടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് വെറുതെ തോന്നുന്നു. കുറേ കൂടി നിഷ്കളങ്കമായി നിന്നിലേക്ക് വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തിരികെ വരിക, കം ബാക്ക്. ലോകത്തുള്ള എല്ലാ സ്നേഹത്തിലും നമ്മൾ കേൾക്കുന്ന വാക്ക് അത് തന്നെയാണ്, കം ബാക്ക്. ചെറുപ്പക്കാർ ഓർക്കുന്നുണ്ടാവും പ്രശസ്തമായൊരു ചിത്രം ടൈറ്റാനിക്. അതിനകത്തുനിന്ന് പോലും തലയിൽ കിടക്കുന്ന ആ ഒരു നിലവിളി മാത്രമാണ് കം ബാക്ക്, മടങ്ങി വരിക. സ്നേഹത്തിലേക്ക്, നിഷ്കളങ്കതയിലേക്കൊക്കെ മടങ്ങി വരിക. അതിൻ്റെ വ്യത്യാസം അനുഭവിക്കുക. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങളാൽ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങളാൽ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതം മാപ്പർഹിക്കുന്നുണ്ട്. എനിക്ക് മോക്ഷമുണ്ട്. എന്നെ ഒറ്റയ്ക്ക് നീ വിടുകയില്ല. എന്നോടൊപ്പം നിലവിളിച്ച നിൻ്റെ ഓർമ്മയുണ്ട്. നിന്നിലേക്ക് മടങ്ങി വരുവാൻ എനിക്ക് ദാഹമുണ്ട്. മരുഭൂമിയിൽ പെട്ടവൻ്റെ ദാഹം. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം സ്നേഹപൂർവമായിരുന്നു. ഒടുവിൽ അച്ഛ, ഇവൻ്റെ പ്രാണനെ നിൻ്റെ കരങ്ങളിൽ സ്വീകരിക്കണമേ. ഒടുവിൽ അച്ഛ, ഇവൻ്റെ പ്രാണനെ നിൻ്റെ കരങ്ങളിൽ സ്വീകരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ പതിവ് പോലെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരാം.
ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരുന്നു. തിരുവോസ്തിരൂപനാമേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. രക്താംബരം പോ ചുവന്നയൻ പാപം വെൺമഞ്ഞു പോൽ ശുദ്ധമാക്കുവാനാ. രക്താംബരം പോൽ ചുവന്നയൻ പാപം വെൺമഞ്ഞു പോൽ ശുദ്ധമാക്കുവാനായി കാൽവരി കുരിശിൽ ചിന്തിയ രക്തത്താൽ എൻ പാപമെല്ലാം കഴുകണമേ. എൻ പാപമെല്ലാം കഴുകണമേ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. നമുക്ക് ദിവ്യകാരുണ്യത്തെ ഉറ്റുനോക്കി അവനിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിച്ചു എന്നുള്ള തിരുവചനത്തെ ഓർമ്മിക്കാം. അവനിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിച്ചു. നിഷ്കളങ്കതയുടെ ഒരു പ്രകാശം ഈ രാത്രിയിൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കും. വലിയ ശരണത്തോടും പ്രതീക്ഷയോടും കൂടി നമ്മൾ അനുതാപകർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മളെ ലജ്ജിപ്പിക്കുന്ന, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പ് തോന്നാത്ത കാര്യങ്ങളെ
ഏറ്റുപറയാൻ വിനയമുണ്ടാവുകയും അതിനു മീതെ അവിടുത്തെ മാപ്പിൻ്റെ സ്വരങ്ങളും ഈ രാത്രിയിൽ നമ്മൾ കേൾക്കും. നിനക്ക് മാപ്പുണ്ട്. ഒരാളെയും യേശു കുറ്റപ്പെടുത്തിയിട്ടില്ല. കൊടിയ അപരാധങ്ങളിൽ കൈയോടെ പിടിച്ചെന്നൊക്കെ വേദപുസ്തകം പറയുന്ന ഒരാളോട് പോലും യേശു പറഞ്ഞു, സ്ത്രീയെ, മേലിൽ പാപം ചെയ്യരുത്. ഏതൊരു പുരുഷനും സ്ത്രീക്കുമുള്ള ഓർമ്മപ്പെടുത്തല. ഭൂതകാലത്തെ എൻ്റെ കരുണയ്ക്ക് വിട്ടുതരിക, വർത്തമാനകാലം നിങ്ങൾ ജീവിച്ചു തുടങ്ങുക. ഭൂതകാലത്തെ എൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് ഒരേ ഒരു പാപമേ ഉള്ളൂ, സ്നേഹം. ഒരേ ഒരു പാപമേ ഉള്ളൂ, സ്നേഹലംഘനം. കാരണം ഒരൊറ്റ പുണ്യമാണ് സ്നേഹം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുമ്പസാരത്തിൽ നമ്മൾ സ്നേഹലംഘനത്തെയാണ് ഏറ്റവും ഗൗരവമായിട്ട് എടുക്കാനും ഏറ്റുപറയാനും പോകുന്നത്. സ്നേഹത്തിൽ സംഭവിച്ച പരിക്ക്, ചെറിയ ചെറിയ അകൽച്ചകൾ, ഊഷ്മളതയില്ലായ്മ, വിഷമിപ്പിച്ചത്, ഇതൊക്കെ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം. നമുക്ക് ഈ രാത്രിയെ കുറെ കൂടി സ്നേഹപൂർവ്വമാക്കാം. സ്നേഹത്തിൽ സംഭവിച്ച പാളിച്ചകളെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറയും. ഇത്തിരി നേരമൊന്ന് കണ്ടുപൂട്ടിയിരുന്ന 5 മിനിറ്റ് നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. നമുക്ക് ഒറ്റ അനുതാപമേ ഉള്ളൂ, കൂടുതൽ സ്നേഹം. അതിനുള്ളൊരു ഊർജം സന്നിധിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരേ ഒരു പുണ്യമേ ഉള്ളൂ, സ്നേഹം. ഒരൊറ്റ പാപം, സ്നേഹലംഘനം. ഒരൊറ്റ അനുതാപം, കൂടുതലായ സ്നേഹം. എക്സസ് ലവ്. ഇവൾ കൂടുതലായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ കൂടുതലായ അപരാധങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഇവൾ കൂടുതലായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ കൂടുതലായ അപരാധങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഈ രാത്രിയിൽ ഈ തിരുവചനമായിരിക്കും ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പോകുന്നത്. കൂടുതലായി സ്നേഹിക്കാൻ തീരുമാനിച്ച ഒരാൾ, അതുകൊണ്ട് കൂടുതലായ അപരാധങ്ങൾ പൊറുക്കപ്പെട്ട ഒരാൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക, സ്നേഹത്തിലൂടെ മുക്തി അനുഭവിക്കുക. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആശീർവാദം സ്വീകരിക്കാം. വീട്ടിൽമേൽ നിന്ന് നമുക്ക് ആശീർവാദനായിട്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.